പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നി പ്രേക്ഷകർക്ക് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ഏലിയ പ്രവാചകൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് അല്പനേരം പരിചിന്തനം ചെയ്യാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവാണ് സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന ആത്മാവ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 22-ാം തിരുലിഖിതം യേശു പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുവിൻ. യേശു അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുവിൻ. റിസീവ് ഹോളി സ്പിരിറ്റ്. കണ്ണടച്ച് 2 കരങ്ങളും തുറന്ന് പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഭിഷേകമായി നിറയണമേ.
കരങ്ങൾ ഉയർത്തി ആത്മാവിനെ അയക്കേണമേ, എന്നകദാരിത ഒരുങ്ങി. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അയക്കേണമേ, എന്നകദാരിത ഒരുങ്ങി. കൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. കൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. അല്പനേരം എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാ ഹൃദയങ്ങളുടെ മേലും നിറയണമേ, എല്ലാ സമൂഹങ്ങളുടെ മേലും നിറയണമേ, ഓരോ ജീവിതങ്ങളുടെ മേലും നിറയണമേ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത കാലത്തായി അച്ഛൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് സമൂഹത്തിൽ എത്രമാത്രം തിന്മകളും പാപങ്ങളും കട്ട പിടിച്ച് വളർന്നാലും വിശുദ്ധിയിലും ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന ആളുകൾക്ക് വല്ലപ്പോഴും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അതിനെ പർവ്വതീകരിച്ച് അവരെ ക്രൂശിക്കുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ പരക്കെ കാണുകയാണ്. ഹല്ലേലൂയ. അതിനേക്കാൾ ദാരുണമായ മറ്റൊരു രംഗം, ലോകത്തിൽ തിന്മ ചെയ്ത് പാപം ചെയ്ത് അക്രമം ചെയ്ത് അക്രമത്തിൻ്റെയും പാപത്തിൻ്റെയും രക്തത്തിൻ്റെ കറപുരണ്ട് അങ്ങനെ പാപത്തിൽ മതിക്കുമ്പോൾ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരെ കുറ്റം വിധിച്ച് കൊല്ലുന്ന പ്രവണത ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. നീതിമാന്മാരെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുലിഖിതം. നീതിമാന്മാർ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. നീതിമാന്മാർ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവരെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തിന്മ കട്ട പിടിച്ച ലോകത്തിൻ്റെ ഒരു ക്രമമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നീതിമാന്മാർ, ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 17-ഉം 18-ഉം തിരുലിഖിതങ്ങളിൽ രസാവഹമായ ഒരു രംഗം കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൽ 18-ാമത്തെ അധ്യായം 17-ഉം 18-ഉം തിരുലിഖിതങ്ങൾ. ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും എഴുതപ്പെട്ട എല്ലാ വചനങ്ങളും ലംഘിച്ച് മേൽക്കുമേൽ പാപം ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾ, നീതികെട്ട ഭരണാധിപന്മാർ, ദൈവ ക്രോധം വിളിച്ചു വരുത്തുന്ന ആ ഭരണാധിപന്മാർ ആ രാജ്യത്ത് ഭരണം നടത്തി ആ രാജ്യത്തിൻ്റെ മേൽ വലിയ തകർച്ചകളും വലിയ പരാജയങ്ങളും വലിയ ക്ഷാമവും വരൾച്ചയും പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഭരണാധിപന്മാരുടെ ദുഷ്ടത നിമിത്തം രാജ്യം മുഴുവൻ നാശത്തിൽ ആണ്ടുപോയി. അങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ രാജ്യത്ത് ഏലിയ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു പൈതൽ ജീവിച്ചിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരാളെ പോലും നോവിക്കാതെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന ഏലിയ പ്രവാചകൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവ് കത്തി ജ്വലിച്ച് നിന്നിരുന്ന ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ആ പ്രവാചകൻ ഈ കൊടിയ നാശത്തിൻ്റെ രാജ്യത്ത്, ഈ കൊടിയ നാശത്തിൻ്റെ നാളുകളിൽ ആഹാബ് രാജാവിൻ്റെ സമകാലീനായി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഒരിക്കൽ
ഈ ഏലിയ പ്രവാചകനും ആഹാബ് രാജാവും തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ ആഹാബ് രാജാവ് ഏലിയ പ്രവാചകനോട് പറയുന്ന വാക്കുകളാണ് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയാണോ ഇത്? നോക്ക്, ഈ ഇസ്രായേൽ നാട്ടിൽ ഈ വിധം പാപം ചെയ്ത്, അക്രമം ചെയ്ത്, അതിക്രമം ചെയ്ത്, ദൈവവചനം ലംഘിച്ച്, ദുഷ്ടതയോടെ വ്യാപരിച്ച്, നാശം മുഴുവൻ വിളിച്ചു വരുത്തിയ രാജാവ് ഈ നാശത്തിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ദൈവത്തിൻ്റെ പൈതലായ ഏലിയായുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയാണോ ഇത്? ഏലിയായോട് ചോദിക്കുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ ഏലിയ മറുപടി പറയുന്നുണ്ട്. അവൻ പ്രതിവചിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽ ദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഈ രാജ്യത്തിൻ്റെ എല്ലാ തകർച്ചയ്ക്കും കാരണം പ്രാർത്ഥിക്കുന്ന ഈ ഏലിയയാണെന്നല്ലേ ആഹാബ് രാജാവ് പറഞ്ഞതിൻ്റെ ധ്വനി? താൻ ചെയ്ത ദുഷ്ടതയുടെയും തൻ്റെ അക്രമത്തിൻ്റെയും മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാനോ അനുദപിക്കാനോ താൻ തെറ്റിലൂടെയാണ് വ്യാപരിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ അയാൾക്ക് പറ്റുന്നില്ല. പകരം ദൈവത്തിൻ്റെ ദാസന്മാരെ കുറ്റം വിധിക്കുക, അവരെ കൊല്ലുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഈ രംഗം മുന്നോട്ട് നീങ്ങുമ്പോൾ ഏലിയ മറ്റൊരു വലിയ പ്രതികൂലത്തെ അഭിമുഖീകരിക്കുന്നത് കാണുന്നുണ്ട്. ഈ തിന്മയുടെ കൂടാരങ്ങളായ ആഹാബ് ജസബലും ഏലിയായ്ക്ക് വലിയ കെണികൾ ഒരുക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഏലിയ ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത്. എന്താ അതിന് കാരണം? രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ആഹാബിൻ്റെ ദുഷ്ട പത്നിയായ ജസബൽ രാജ്ഞി, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം തട്ടിപ്പറിച്ചെടുത്തവൾ, തിന്മകൾക്കെല്ലാം ചരട് വലിച്ചവൾ, തിന്മയുടെ സൂത്രധാരണയായി പ്രവർത്തിച്ചിരുന്നവൾ, ആഹാബിൻ്റെ തിന്മയുടെ സഹചാരിയായ ജസബൽ രാജ്ഞി, അവൾ ഏലിയ ഉണ്ടെന്ന് അറിഞ്ഞ മാത്രയിൽ അവളൊരു പ്രഖ്യാപനം ചെയ്യുകയാണ്, നാളെ ഈ സമയത്തിനുള്ളിൽ ഞാൻ ഏലിയായെ കൊന്നിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയായിക്കുണ്ടായ പ്രയാസത്തെക്കുറിച്ചാണ് 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. നീതിമാന്മാർ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്ന് ജീവരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ട സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകുന്നു പോലും. നീതിമാന്മാർ കുറ്റം വിധിക്കപ്പെടുന്നു, നീതിമാന്മാർ നിഷ്കരുണം കൊല ചെയ്യപ്പെടുന്നു, അവർക്ക് വേണ്ടി പതിയിരിക്കുന്നു. ഏലിയ ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത് അവൻ ഒരു ദിവസത്തെ വഴി നടന്ന് പിന്നിട്ട് അവൻ തനിയെ മരുഭൂമിയിലൂടെ നടന്ന് ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. അവൻ ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. നോക്കൂ, ഏലിയായുടെ ഹൃദയഭാരം, ചങ്ക് പൊട്ടിപ്പോണ വേദന. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു അതിക്രമവും പ്രസംഗിക്കാതെ, ഒരു കലഹവും ഇളക്കി വിടാത്ത, ഒരു ദുഷ്ടതയും പ്രവർത്തിക്കാതെ ദൈവത്തിൻ്റെ വഴി മാത്രം അനുധാവനം ചെയ്ത് നടന്ന ദൈവത്തിൻ്റെ നീതിമാന്റെ ചങ്ക് പൊട്ടിപ്പോകുന്ന വേദന. അദ്ദേഹം ആ മുൾച്ചെടിയുടെ ചുവട്ടിലിരുന്ന് മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതം മടുക്കുന്നത് പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ കേരളത്തിലുള്ള ഒരുപാട് വിശുദ്ധിയുള്ള മനുഷ്യരുടെ വേദനയാണിത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടവകളിലുള്ള ഒരുപാട് നീതിമാന്മാരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരമാണിത്. ചങ്ക് പൊട്ടുന്നത് പോലുള്ള വേദന. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. വീണ്ടും വിശുദ്ധ ലിഖിതം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. ഏലിയ ആദരം തുറന്നു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും. ഇതാണ് ഏലിയയുടെ പ്രാർത്ഥന. നോക്കൂ, എത്രയോ ശക്തനായ ഒരു പ്രവാചകനാണ്,
എത്രയോ അതിശക്തമായ വിധമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ദുഷ്ടന്മാർ ഓരോ ചുവടുവെപ്പിലും കെണിയൊരുക്കി ഏലിയായ്ക്ക് വേണ്ടി ചതിക്കുഴികൾ ഒരുക്കിയ ദുഷ്ടന്മാരുടെ മധ്യത്തിൽ ഏലിയായുടെ ചങ്ക് തകർന്ന് ഏലിയ വേദനിക്കുകയാണ്. ഏലിയ മരണത്തിനായി പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമേ, മതി മതി, എൻ്റെ ഈ പ്രാണനെ ഒന്ന് തിരിച്ചെടുത്താലും. അത്രയും ആ നീതിമാൻ ദുഷ്ടന്മാരുടെ ഇടയിൽ മനം തകർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. ലോകത്തിൻ്റെ ആരംഭം മുതൽ ഈ ലോകത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ശരീരത്തിൻ്റെ ശക്തിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ പീഡിപ്പിക്കുന്നു. ജഡപ്രകാരം എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് കുത്തഴിഞ്ഞ് ജീവിക്കുന്നവർ വിശുദ്ധിയിലും മാന്യതയിലും ദൈവഭക്തിയിലും ദൈവവിചാരത്തിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയരെ അവർ തകർക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായം 29-ാം വാക്യം, ഗലാത്യ ലേഖനം 4:29 ഇങ്ങനെ അവതരിപ്പിക്കുന്നത്, എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 4:29, എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തെ സംഭവ വികാസങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇതല്ലാതെ മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എങ്കിലും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുന്നു. നിങ്ങൾ അവനെ കുറ്റം വിധിക്കുന്നു. ഒരു കൊലയാളിയെ പോലെ, ഒരു മഹാകൊള്ളക്കാരനെ പോലെ, ഒരു മഹാകൊടുംദ്രോഹിയെ പോലെ, ഒരു കൊടും ഭീകരനെ എന്നതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ നീതിമാന്മാരെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ജഡത്തിൻ്റെ ശക്തിക്ക് അടിമപ്പെട്ടവൻ വന്യമായ ശക്തിയോടെ ആത്മാവിൻ്റെ ശക്തിയാൽ വ്യാപരിക്കുന്നവനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന പ്രകാരമാണ്. യേശുക്രിസ്തു ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു കൊടിയ വേദന, ചങ്ക് പൊട്ടുന്ന വേദനയോടെ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വാളും വടികളും കുന്തവും കുറുവടിയുമായി വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങളോടെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ ബന്ധിക്കുവാനെത്തി. ഒരു മഹാകൊള്ളക്കാരനെ പോലെ അല്ലേ യേശുവിനെ ബന്ധിച്ചത്? അപ്പോൾ യേശു പറയുന്നൊരു വചനമുണ്ട്. അതാണ് ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 52-53 വാക്യങ്ങൾ. അവൻ പറഞ്ഞു, ഒരു കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് പിടിച്ചില്ല? എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മക്കളെ? ഇത് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ സമയം. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒരുപാട് നീതിമാന്മാരുടെ മനസ്സ് വേദനിക്കുന്ന, ഒരുപാട് നീതിമാന്മാരുടെ ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങളാണ് തല ഉയർത്തി നോക്കിയാൽ നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും തിന്മയ്ക്കും പാപത്തിനും അക്രമത്തിനും ദുഷ്ടതയ്ക്കും വഞ്ചനയ്ക്കും ചതിക്കും കൊള്ളിക്കും കൊള്ളവെപ്പിനും എല്ലാ തരത്തിലുള്ള തിന്മകൾക്കുമുള്ള വലിയ വാതിൽ രാജകീയമായി തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ദൈവഭക്തിയുടെയും ദൈവാരാധനയുടെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും മാർഗങ്ങൾ അവലംബിക്കുന്നവർ ഇന്ന് വേട്ടയാടപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകമെമ്പാടും ഒരു പാപവും ചെയ്യാതെ
നിരപരാധരായിരുന്ന് സഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും. ലൂക്കായുടെ സുവിശേഷം 21:19. ഇത് ഹൃദയത്തിൽ മുറുകെ പിടിക്കുവിൻ. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും. ലോകം ശത്രുതയോടെ നിങ്ങളെ എതിരിടും. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും. അല്ലയോ സഹോദരന്മാരെ, സഹോദരിമാരെ, ദുഷ്ടതയിലും പാപത്തിലും യാതൊരു ഭയവും കൂടാതെ, യാതൊരു മനക്കടിയും കൂടാതെ, തെല്ലും കൂസലില്ലാതെ വ്യാപരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, വ്യർത്ഥമായി അഹങ്കരിക്കരുത്, വ്യാജത്തിൽ ഞെളിയരുത്. ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ബലവാൻ ചണനാര് പോലെയും അവന്റെ പ്രവൃത്തികൾ തീപ്പരി പോലെയും ആകുന്നു, രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ആത്മാവിനെ അയച്ച് അവിടത്തേക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ. ചങ്കുപൊട്ടുന്ന വേദനയോടെ മരണത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന വിധം ഈ ലോകത്തിൽ നിരപരാധരുടെ ഹൃദയം നുറുങ്ങി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വിലാപങ്ങളും പ്രാർത്ഥനകളും ഉയരുമ്പോൾ, ഓ ദൈവമേ, ആത്മാവിനെ അയച്ച് ബലപ്പെടുത്തണമേ. ഏലിയായെ ശക്തിപ്പെടുത്തിയ ദൈവമേ, ഏലീഷായെ ഉണർത്തിവിട്ട ദൈവമേ, അപ്പോസ്തലന്മാർക്ക് വീര്യം പകർന്ന ദൈവമേ, ആദിമ സഭയ്ക്ക് ശൗര്യം പകർന്ന കർത്താവേ, ഈ കാലഘട്ടത്തിലെ നിരപരാധരുടെ മേൽ അങ്ങയുടെ പുതുശക്തിയെ വർഷിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവെ, അങ്ങേ ആരാധിക്കുന്നു. എല്ലാ മക്കളുടെ മേൽ അഭിഷേകം നിറയട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവശക്തി നിറയട്ടെ. രോഗികളുടെ മേൽ അഭിഷേക ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഭീരുത്വങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ദൈവശക്തിയുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആത്മാവിനെ അയക്കണമേ, പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അയക്കണമേ, എന്നകതാരിത ഒരുങ്ങി. ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അയക്കണമേ, എന്നകതാരിത ഒരുങ്ങി. കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായം 21-ാം തിരുലിഖിതം, നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി പുറപ്പെട്ട് തിന്മയുടെ ദുരാത്മാക്കൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇപ്പോൾ അത്ഭുതകരമായി വിടുവിക്കണമേ. അങ്ങയുടെ നാമത്തിൻ്റെ മഹാമഹിമ, അങ്ങയുടെ നാമത്തിൻ്റെ അത്യത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ കർത്താവേ. ഓ രോഗികളുടെ മേൽ സൗഖ്യമായത് നിറയട്ടെ. തകർന്ന കുടുംബങ്ങളുടെ മേൽ അത് അഭിഷേകമായി നിറയട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവരെ ഉണർത്തുന്ന ശക്തിയായി മാറട്ടെ. ഓ തളർന്നിരിക്കുന്ന മനസ്സുകൾക്ക് ബലം പകരട്ടെ. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ ഓരോ മേഖലകളിൽ അത്ഭുത സൗഖ്യത്തിനും വിടുതലിനുമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ബാലികാ ബാലന്മാരെയും
വിദ്യാർത്ഥിനികളെ അവിടുന്ന് തൊട്ട് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറവിയുള്ള കുഞ്ഞുങ്ങൾക്ക് മറവി മാറ്റി നല്ല ഓർമ്മശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, മക്കളില്ലാത്ത കുടുംബങ്ങളെ പ്രത്യേകം അവിടുത്തെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് അവിടുന്ന് മക്കളെ നൽകണമേ ദൈവമേ. പ്രാർത്ഥനാ ജീവിതത്തിൽ മരവിച്ച് ആത്മീയമായി മന്ദത അനുഭവിക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും നിങ്ങളുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മരവിപ്പ് വിട്ടുമാറട്ടെ, ആത്മീയ മന്ദത നീങ്ങിപ്പോകട്ടെ, ദൈവിക തീഷ്ണത കൊണ്ട് നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര കോട്ടകൾ തകർന്ന് ദൈവാത്മാഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. എൻ്റെ പേര് ജോയി, എറണാകുളത്ത് നിന്നും വരുന്നു. ഇടവക സെൻറ്റ് മേരീസ് ബസിലിക്ക. ഞാനും വേറെ ജോണി സഹോദരൻ ഞങ്ങൾ കൂടി 19 മാസമായി എറണാകുളവും കൊച്ചി പരിസരത്ത് നിന്നും ആളുകളുമായി ഈ ധ്യാന ഹാളിലേക്ക് കടന്നു വരുന്നു. 1 വർഷമായി എൻ്റെ മലദ്വാരത്തിൻ്റെ സൈഡിലായി ഒരു ചെറുനാരങ്ങ മുഴുപ്പത്തിൽ ഒരു മുഴ കണ്ടു തുടങ്ങി. അസഹ്യമായ വേദന ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥനാപൂർവം അത് കൊണ്ടു നടന്നു. വേദന സഹിക്കാതെ വന്നപ്പോൾ ഞാൻ സർജനെ കണ്ടു. അത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരുന്ന് കൊണ്ട് ഇത് മാറില്ല, ഓപ്പറേഷൻ വേണം, രക്തം പരിശോധിക്കുക, എക്സ്റേ എടുക്കുക, നാളെ ഓപ്പറേഷനായി വരിക. ഞാൻ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ രക്തമെല്ലാം പരിശോധിപ്പിച്ചു. ഞാൻ എക്സ്റേ എടുക്കാനായിട്ട് എക്സ്റേ റൂമിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഞാൻ സെഹ്യോനിൽ പോവുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതല്ലേ. അടുത്ത മാസം ആദ്യ വെള്ളിയാഴ്ച പോകുമ്പോൾ കർത്താവിനോട് ഹൃദയം നുറുങ്ങി, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന്. ആ മനോഭാവത്തിൽ ഹൃദയം നുറുങ്ങി ഞാനിവിടെ ഇരുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴ അവിടെ കാണാനില്ല, പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇപ്പോൾ യാതൊരുവിധ അതിൻ്റെ ഒരു പാടോ മാർഗോ ഒന്നുമില്ല. ഞാൻ അതിനോട് ഒത്തിരി ഭയപ്പാടും ചിന്തകളും എല്ലാം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. പക്ഷേ എൻ്റെ എല്ലാ ചിന്തകളും എടുത്തു മാറ്റി പൂർണ്ണ സൗഖ്യം എൻ്റെ ദൈവം എനിക്ക് തന്നു. നന്ദി. സഹോദരങ്ങളെ, ഒരു പാടുപോലും ഇല്ലാതെ കർത്താവ് ആ നാരങ്ങയോളം വലുപ്പമുള്ള മുഴ പൂർണ്ണമായി അപ്രത്യക്ഷമാകാനിട വരുത്തി. അത് ഓപ്പറേഷന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത സംഗതിയാണ്. അതാണ് കാണാനില്ലാത്തത്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 തൊട്ടടുത്ത ആളുടെ തോളിൽ കരങ്ങൾ വെച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. എന്റെ ആബാ, എന്റെ ദൈവം, തന്റെ മഹത്വത്തിൽ സമ്പന്നതയിൽ നിന്നും എനിക്കാവശ്യമുള്ളവയെല്ലാം